ഈ സീക്രട്ട് ഫോറസ്റ്റിൻ്റെ സെൻട്രൽ പാർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഗുഡ് മോർണിംഗ്. നമ്മൾ മേഘാലയയിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ആണ്. ഞാൻ നമ്മുടെ കാറ് പാർക്ക് ചെയ്തത് ഈ കയറ്റത്തിലായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ ആൾക്ക് അവരുടെ വണ്ടി പുറത്തോട്ടെടുക്കാൻ വേണ്ടി എന്നോട് കാറ് മാറ്റാൻ പറഞ്ഞു. നമ്മൾ താമസിക്കുന്നത് ഇതുകൊണ്ട് ആ കാണുന്ന 3 സ്റ്റോറി വീടില്ലേ, അതിലെ 2nd ഫ്ലോറിലായിരുന്നു. നമ്മളിപ്പോൾ ചെക്കൗട്ട് ചെയ്യും. ഹലോ. ഹായ്. What is your name? My name is Chetta Harbi. Chetta Harbi. Do you have any competition school? Yep. Huh? So you're going to school today? Look. No. It's holiday. It's holiday. Yep. സ്പൈഡർമാനും ഫ്രണ്ട്സൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് സൺഡേയും നാളെ ദിവാലി ഹോളിഡേ ആണ്. നമ്മളപ്പോൾ താമസിക്കുന്നത് ഇവിടെയാണ്. 2 നിലകളിലായിട്ട് 3-4 റൂംസ് ഉണ്ട് ഇവിടെ. എയർബിഎൻബി വഴിയാണ് നമ്മൾ ഇതും ബുക്ക് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അച്ചു എന്തായാലും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് പെട്ടെന്ന് വന്ന് ചെക്കൗട്ട് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ട് നേരെ മഫ്ലാങ് ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. അതിൻ്റെ വിശേഷമൊക്കെ ഉടനെ പറയാം. ഇതാണ് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ നമുക്ക് കിട്ടിയ ബെഡ്റൂം. Everything is these cherries. നോക്ക്, ഇത് നോക്ക്. ഞാൻ വീട്ടിൽ ഓരോ ഇല ഗ്രോ ചെയ്ത് കഷ്ടപ്പെടുക. ഇവിടെ എല്ലാം ഉണ്ട്. എവിടെ ചെടി കണ്ടാലും അതെങ്ങനെ നാട്ടിലേക്ക് എത്തിക്കാന്നാണ് അച്ചു വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ ചെക്കൗട്ട് ചെയ്തു. നമ്മളെ കണ്ടതും കരയാറായി. മൂക്കളെയാണ് പ്രശ്നം. അതൊന്ന് ചീറ്റി കൊടുക്കാൻ ആരും ഇല്ലാന്ന് തോന്നുന്നു. കോളിഫ്ലവർ കൃഷീൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഉള്ളതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. കാര്യങ്ങളൊക്കെ സ്പൈഡർമാനെയാണ് ഏൽപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അവൻ അതിൻ്റെ ഇടയ്ക്ക് എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ചീത്തവിളിയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലുള്ള മറ്റ് വീട്ടിലെ കുട്ടികളാണ്. സ്പൈഡർമാൻ മാത്രമാണ് അമ്മൂമ്മയുടെ കൊച്ചുമോൻ. യു ഡോണ്ട് ലൈക്ക് ബാറ്റ്മാൻ? I hate Batman. You hate Batman. Why? Why you don't like Batman? Commando. Commando. Commando Batman spy. അവൻ അവസാനം പറഞ്ഞത് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ കുട്ടിപ്പടയോട് ബൈ പറഞ്ഞ എന്തായാലും മഫ്ലാങ് സീക്രട്ട് ഫോറസ്റ്റിലേക്ക്. ഓക്കെ, താങ്ക് യു. സീക്രട്ട് ഫോറസ്റ്റിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള ഒരു കുഞ്ഞ് ചെക്ക് പോസ്റ്റാണ്. ഇവിടുന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ടിക്കറ്റൊക്കെ എടുക്കണം. ഇവിടുത്തെ ലോക്കൽ ട്രൈബൽ കമ്മ്യൂണിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അൺടച്ചബിൾ അല്ലെങ്കിൽ സീക്രട്ട് ഫോറസ്റ്റാണിത്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഒരു ഗൈഡിനെ അവർ തരും. അതിൻ്റെ കാശ് നമ്മൾ സെപ്പറേറ്റ് ഇവിടെ കൊടുക്കണം. നമ്മളങ്ങനെ ഫോറസ്റ്റിൻ്റെ മുമ്പിലത്തെ സൈഡിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മളിനി ഉള്ളിലോട്ട് പോകണം ഒരു ഗൈഡായിട്ട്. ഖാസി ഹിൽസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഖാസി ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ വില്ലേജാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. നമ്മളുടെ ഗൈഡ് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഒരു ഇല പോലും പുറത്തേക്ക് എടുക്കരുത്. അത്ര സീക്രട്ട് ആണെന്നാണ് പറയുന്നത്. നമ്മൾ ഒരു ഗൈഡിൻ്റെ കാശേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ കൂടെ ഈ 3 ക്യൂട്ടീസും കൂടി ജോയിൻ ചെയ്യാണ്. ഹലോ, അങ്ങനെ നമ്മൾ 6 പേരും കൂടി കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ 3 പട്ടികളും ഈ ഗൈഡിൻ്റെ കൂടെ കുറേ കാലമായിട്ട് ഉള്ളതാണ്. പക്ഷെ ഇവർക്ക് 3 പേർക്കും പേരില്ല. നോ നെയിംസ്. ഈ കാടിനുള്ളിൽ നിറയെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള പ്ലാന്റ്സ് ആണെന്നാണ് പറയുന്നത്. What is it? Rudraksh. No, right? Yeah. Rudraksh is a very special use for your culture. If you belong from the Hindu religion, so I think you know better than me. Hello cuties. നമ്മൾ ഈ ക്യൂട്ടീസിൻ്റെ അടുത്ത് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റോപ്പ് അടിച്ചാൽ അവരും സ്റ്റോപ്പ് അടിക്കും. നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെ പിന്നാലെ വീണ്ടും വരും. What is this? Pine leaf.
Pine But leaf. nowadays, some of them they got a knowledge. They can use to make a proper mattress also. But that mattress is good for health. We have yes. പൈൻ നീഡിൽ വെച്ചിട്ട് മാട്രസ് ഉണ്ടാക്കാമെന്നും അതിൽ ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം വളരെ പുതിയൊരു അറിവായിരുന്നു എനിക്ക്. പേരില്ലാത്ത 3 സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളെ. But these are the fungus. You won't consume it, right? This one is not edible. ഈ കാടിലൂടെ നടക്കുമ്പോൾ ഭയങ്കര ഒരു തെറാപ്പീറ്റിക് എക്സ്പീരിയൻസ് ആണ്. അത് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ താഴെ കാണുന്നതെല്ലാം റിച്വൽ സ്റ്റോൺസ് ആണ്. തങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ നേച്ചറിലുള്ള ഡെയ്റ്റിയായ ലബാസയാണെന്നാണ് ഖാസി ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ വിശ്വാസം. 1500 വർഷം പഴക്കമുണ്ട് ഈ കഥകൾക്കും വിശ്വാസങ്ങൾക്കെല്ലാം. വലിയ ഒരു മരം ഇവിടെ ഒടിഞ്ഞു വീണ് കിടക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായെന്ന് തോന്നുന്നു. ഈ ഒരു മരത്തിനെ ഇവിടുന്ന് ഇനി ആരും എടുത്ത് മാറ്റാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനോ പോകുന്നില്ല. കാരണം ഈ കാടിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒന്നിനെയും അതിൻ്റെ നാച്ചുറൽ പ്രോസസ്സിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്യരുതെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. Only nuts. But is it different from the normal cashew fruit? It's a കാഷ്യൂ നട്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് കശുമാവാണ്. പക്ഷെ ഇത് അതല്ല. But you know. ഓ ഇതിനെ ഓക്കെ. But we have to bite this one. Take it out. Yeah, same process. Okay, but it's very different, right? Different. But from this tree, it quite it's a bit small. എന്തൊരു സുഖമാണ് ഇങ്ങനെ തണലത്ത് കിടക്കാനായിട്ട്. എന്തായാലും ഈ മേഘാലയയിൽ 3 ട്രൈബൽ കമ്മ്യൂണിറ്റികളാണ് മെയിനായിട്ടുള്ളത്. ഖാസി, ഭോയ്, ജൈൻത്യ എന്ന് പറഞ്ഞിട്ട്. ഇവരാണത്ര ആദ്യമായിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വന്ന് സെറ്റിലായിട്ടുള്ള എത്നിക് ഗ്രൂപ്പുകൾ. ഭയങ്കര ഓ ഇതുവരെ എൻട്രി ഉള്ളൂ. ഓക്കെ. ഓ ഇവിടുന്ന് അങ്ങോട്ട് ഇനി പോകാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം ഈ സെൻട്രൽ പാർട്ട് ഓഫ് സീക്രട്ട് ഫോറസ്റ്റിൽ മാത്രമാണ് നമുക്ക് എൻട്രി ഉള്ളത്. ഭയങ്കര പീസ്ഫുൾ ആണ് അല്ലേ? മേഘാലയയിൽ സാധാരണ ആളുകൾ വരുമ്പോൾ ഷില്ലോങ്ങിൽ തന്നെ നിന്ന് അത് ബേസ് ക്യാമ്പ് ആക്കിയിട്ട് ഓരോ സ്ഥലങ്ങളും പോയി ഷില്ലോങ്ങിൽ തന്നെ തിരിച്ച് താമസിക്കാറാണ് പതിവ്. ഷില്ലോങ്ങിൽ നിന്ന് ഇങ്ങോട്ട് ഏതാണ്ട് 1 മണിക്കൂർ ദൂരമുണ്ട്. നമ്മൾ പക്ഷേ നമ്മളുടെ ഓരോ ദിവസത്തെ ഡെസ്റ്റിനേഷൻ്റെ അടുത്ത് തന്നെ താമസം സെറ്റാക്കാനായിട്ട് പ്ലാൻ ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ താമസിച്ച സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് എത്താൻ 10 മിനിറ്റ് സമയം എടുത്തുള്ളൂ. കൂടെ ഫോളോ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ വന്ന 3 പേരും തിരിച്ചു വരുവാണ്. എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഗൈഡ്. അതുകൊണ്ട് തന്നെ അശ്വതി ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരുന്നു. നമ്മൾ ഈ കാട്ടിനുള്ളിൽ കയറിയിട്ട് ഏതാണ്ട് ഇപ്പോൾ 1 മണിക്കൂറിനടുത്തായി. പക്ഷെ സമയം പോയത് അറിഞ്ഞില്ല. ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഏതാണ്ട് 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ വന്നിടത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ എക്സ്ട്രാ ഗൈഡുകളൊക്കെ ഭയങ്കര ടയേർഡാണ്. ഈ ബ്യൂട്ടിഫുൾ മോണലിറ്റ്സ് കണ്ടപ്പോൾ ഇംഗ്ലണ്ടിലെ ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കായ സ്റ്റോൺ ഹെഞ്ചിൻ്റെ അതേപോലെ എനിക്ക് തോന്നി. സീക്രട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് തന്നെയാണ് ഈ കല്ലുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഖാസി ക്ലാനിലെ ആൻസസ്റ്റേഴ്സിൻ്റെ മെമ്മറിക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറയുന്നു. ഇതിൽ വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത് മെയിൽ സ്റ്റോണും ഫ്ലാറ്റായിട്ട് നിൽക്കുന്നത് ഫീമെയിൽ സ്റ്റോണുമാണ്. സീക്രട്ട് ഫോറസ്റ്റിൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വില്ലേജിനടുത്ത് ഈ ഒരു കട കാണാം. ഈ ഒരു ഏരിയയിൽ ഈ ഒരു കട മാത്രമേ ഉള്ളൂ. ചെറിയൊരു ചായക്കട സെറ്റപ്പ് ആണെങ്കിലും ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഭയങ്കര വൃത്തിയാണ്. ഇവർ ചെറിയ കുഞ്ഞു സ്ഥലമാണെങ്കിൽ പോലും ഭയങ്കര നീറ്റായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എല്ലായിടത്തും ഡസ്റ്റ്ബിൻസ് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറയുകയാണെങ്കിൽ നേച്ചറിനെ എത്ര റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ് ഇവർ നമുക്ക് കാണിച്ചു തരുന്നത്. ഇതെന്താ സാധനം? ഓക്കെ. കേരളത്തിൽ പഴയ ആളുകളൊക്കെ ഈ തലയിൽ പാള കൊണ്ടുള്ള തൊപ്പി ഇട്ട്
ഇട്ടുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരിക്കുന്ന ഇവരുടെ ഒരു കുടയാണിത്. ഓ നൈസ്. നമുക്ക് ഇവരുടെ ലോക്കൽ ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. What is this? This one local rice. Local rice. Rice with Looks like biryani, right? rice with the black sesame. ഉച്ച സമയമായതുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ബിരിയാണി ആണെന്നൊക്കെ ഓർമ്മ വന്നു. നല്ല മണവും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ബിരിയാണി അല്ല. എന്തായാലും നമ്മളിവിടുന്ന് കഴിക്കുന്നില്ല. നമുക്ക് ഏതാണ്ട് ഒരു 3 മണിയാകുമ്പം ലൈറ്റ്ലൂം കാനിയനിൽ എത്തണം. സീക്രട്ട് ഫോറസ്റ്റ്, അവിടെ നിന്ന് നമ്മൾ നേരെ എലഫന്റ് ഫോൾസിലേക്ക് പോവാം. ഭയങ്കര അടിപൊളി റോഡുകളാണ്. നമുക്ക് വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ വളരെ പീസ്ഫുൾ ആണ്. ആളുകൾ എവിടെയും വേസ്റ്റുകളും പ്ലാസ്റ്റിക്കുകളും ഒന്നും എവിടെയും ഇടുന്നില്ല. അത് മനസ്സിലായി നമ്മൾ വീഡിയോ എടുക്കുന്നത്. എന്തിനാണോ ഇതിന് എലിഫന്റ് വാട്ടർഫാൾസ് എന്ന് പറയുന്നത്? ആന വെള്ളം കുടിക്കാൻ വരുന്നോണ്ടായിരിക്കും. അയ്യേ, സംഭവം ഞാനൊരു ചളി അടിച്ചതാണ്. നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ലൈറ്റ്ലൂം കാനിയനിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ എലഫന്റ് വാട്ടർഫാൾസ് വരുന്നത്. കുറച്ച് ടൂറിസ്റ്റി ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്, പക്ഷേ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. നമ്മൾ ഇവിടെയും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. 2 ഫാൾസ് ഉണ്ടല്ലോ, അല്ല 3 ഫാൾസ് ഉണ്ടോ ഇത്? ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അവിടെ എഴുതിയിട്ടുണ്ട്. വൈ ഈസ് ഇറ്റ് കോൾഡ് എലിഫന്റ് ഫാൾസ്? നിങ്ങളെന്താ പറഞ്ഞ ആന വെള്ളം? അല്ല, ഞാൻ പറഞ്ഞത് ശരിയായില്ല. They saw a rock that looked like an elephant next to it. So then the rock was destroyed in the earthquake in 1987. So it's not there anymore. So logically, this place should not be called Elephant Falls now. Okay. അപ്പോൾ പിന്നെ എന്താണ് ഇതിന്റെ പേരിടാ? അത് നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ട് പേരിട്ടോ. മേഘാലയയിൽ കണ്ടു തീർക്കാൻ പറ്റാത്ത അത്ര വെള്ളച്ചാട്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിലൊന്ന് മാത്രമാണ് എലിഫന്റ് ഫാൾസ്. അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടല്ലേ. എല്ലാവരും അവിടെയും ഇവിടെയും വേസ്റ്റ് ഒന്നും പുറത്തിടാതെ. എല്ലാവരും അതൊരു റെസ്പോൺസിബിലിറ്റി എടുക്കും. ഇമ്പോർട്ടൻറ്റ് തിങ് അവിടെ ഇതൊക്കെ ഡസ്റ്റ്ബിൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആൾക്കാർ അത് കണ്ട ബേസിക് ബുദ്ധിയുള്ള ആൾക്കാരാണ്. അങ്ങനെ 150 സ്റ്റെപ്സ് ഒക്കെ തിരിച്ചു കയറി കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളിലുള്ള പോലെ തന്നെ കുറേ കടകളും കച്ചവടക്കാരൊക്കെ ഇവിടെയുണ്ട്. നമ്മളെന്തായാലും പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ലൈറ്റ്ലൂം കാനിയനിലേക്ക് എത്തണം. നല്ല വിശപ്പുണ്ട്. ഓൾറെഡി സമയം ലേറ്റായി. ബാത്റൂം എല്ലാം വളരെ ക്ലീനാണ്. വളരെ അടിപൊളിയായിട്ട് ലഞ്ച് ഉണ്ടാക്കും. ഇപ്പോൾ ഓക്കെ, അല്ല അത് നമ്മൾ എത്ര മണിക്ക് എത്തണ്ട? അപ്പോൾ നമ്മളിനി നേരെ ലൈറ്റ്ലൂം കാനിയനിലേക്കാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ലാൻഡ്സ്കേപ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടായി മാറാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ.